അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ എം.കെ. റാമിനെ വൈദ്യപരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകും. മിഥുൻ, ഇയാളെ പിടികൂടിയതിനു ശേഷം ഒരു ഘട്ടം ചോദ്യം ചെയ്യൽ കഴിഞ്ഞുവല്ലോ, അതിനുശേഷമാണോ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്? എപ്പോഴാണ് ഇയാളെ കോടതിയിൽ എത്തിക്കുക? ഗൗതം, ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം.കെ. റാമിനെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അല്പസമയം മുൻപാണ് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. തലശ്ശേരി കോടതിയിലാണ് റാമിനെ ഹാജരാക്കുക. കാരണം SC/ST അട്രോസിറ്റീസ് ആക്ട് അടക്കം ഈ റാമിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുക. തലശ്ശേരി കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൂടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോളേജിൽ, അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിൽ ഇയാളെ കൊണ്ടുപോയി അവിടെ സ്ഥലത്ത് കൊണ്ടുപോയുള്ള തെളിവെടുപ്പ് അടക്കം നടത്തുന്ന നിലയുണ്ടാകും. ഏതായാലും ഈ നിതിൻ രാജ് മരിച്ച ഏതാണ്ട് 100ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ കേസിലെ മുഖ്യ പ്രതിയായ ഡോക്ടർ എം.കെ. റാം പിടിയിലാകുന്നത്. അന്വേഷണ സംഘം 3 മാസമായി തുടർന്നൊരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിനൊടുവിലാണ് കുടകിൽ നിന്ന് ഇയാൾ ഇന്നലെ പിടിയിലായത്. ഇന്ന് രാവിലെയോടുകൂടി ഇയാളെ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതാണ്ട് 9:30 തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. ആ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 12:30 വരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമാണ് അയാളെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. ഗൗതം, ഓക്കെ, ഡോക്ടർ എം.കെ. റാമിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.